ഒരു സുപ്രഭാതം. ഇന്ന് നമ്മുടെ പ്രഭാത ഭക്ഷണം ഇത്തിരി മെനക്കെട്ട പണിയാണെങ്കിൽ പോലും ഞാനത് ചെയ്യുകയാണ്. നമുക്ക് നൂൽപുട്ടുണ്ടാക്കാം. ഈ നൂൽപുട്ടിനെ മാഷിട്ട് അരിമാവ് കുഴച്ചിട്ടുണ്ട്. മാഷൊക്കെ അരിമാവ് കുഴച്ചിട്ടുണ്ട് ഉണ്ടോ? ഇത് അരിമാവ് തിളച്ച വെള്ളത്തിൽ ഉപ്പും കൊണ്ട് കുഴച്ച് വെച്ചിരിക്കണം. ഇനി എനിക്ക് കോറമാവും തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പിഴിയാം. ഇത് കോറമാവാണ്. ഇതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് അരിയുടെ മാവ് പിഴിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് അരിയുടെ മാവ് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനത് നിറയ്ക്കാം. പിന്നീട് കോറമാവ് എടുക്കാം. അല്ലെ അരിയുടെ നൂൽപുട്ടിന് ഇതിൻ്റെ ഇത്തിരി നിറമൊക്കെ പിടിക്കില്ലേ? അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ അരിയുടെ മാവ് നമുക്കൊന്ന് ഇട്ട് പിഴിഞ്ഞെടുക്കാം. ഇതൊരു പാത്രത്തിൽ വെള്ളം അടുപ്പത്തിരിപ്പുണ്ട്. അപ്പോൾ ഭാഗ്യം പിഴിഞ്ഞ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടല്ലോ ഈ നൂൽപുട്ടിൻ്റെ നമ്മളെ പറ്റിക്കും, പിഴിഞ്ഞ് കിട്ടില്ല. ടീച്ചറെ ഇന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2, 4, 5 പിഴിഞ്ഞു കണ്ടോ? 5 പിഴിഞ്ഞു. ഇതിന് നമുക്ക് ഇത്തിരി നാളികേരം ഇതിൽ മുകളിലോട്ട് വയ്ക്കാം. താഴെയും കുറച്ച് നാളികേരം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഈ നാളികേരത്തിനകത്ത് നമുക്ക് ഇത്തിരി പഞ്ചസാര ഇട്ടാൽ മതി. ഇനി നമുക്ക് കോറയുടെ പിഴിയാം. ഇനി നമുക്ക് കോറയുടെ മാവ് പിഴിയാം. ഇത് അവിടെ ഇരിക്കട്ടെ. ഇത് പിഴിയാം. അത് നമ്മൾ അപ്പച്ചമ്പ ഇല്ലേ, അപ്പമൊക്കെ ഉണ്ടാക്കുന്ന തട്ടില്ലേ, അതിനകത്തോട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. കിട്ടി രക്ഷപ്പെട്ടു. അതും പിഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്ക് താഴെ ഇത്തിരി നാളികേരം ഇട്ടുന്നു. ഇതിൻ്റെ മുകളിലേക്കും കൂടി ഇത്തിരി നാളികേരം വെതറാം ഉണ്ടോ? ഇനി നമുക്കിത് ആ തട്ടിലേക്ക്, ഇത് അടിയിലത്തെ തട്ടിൽ വയ്ക്കാം കേട്ടോ. ഇത് വെള്ളം തിളച്ച് കിടക്കുക. ഈ അടിയിലത്തെ തട്ടിലേക്ക് നമുക്ക് വെച്ചു. നമ്മൾ വെച്ചു. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ അരിയുടെ അത് വയ്ക്കാം. അപ്പം അടിയിലത്തെ തട്ടിലത് വിജയമാഷ്കം, ഉള്ളത്തെ തട്ട് സശിച്ചത്. എത്ര പെട്ടെന്നായിരുന്നു നൂൽപുട്ട് ശരിയായത്. ഒരാൾക്ക് അരിയുടെ നൂൽപുട്ട്, നമ്മൾ അരിയുടെ നൂൽപുട്ടൊക്കെ കുറച്ച് കഴിച്ചതല്ലേ ഇത്ര കാലം. ഇനിയിപ്പോൾ അതുകൊണ്ട് അതൊക്കെ സ്വപ്നം കണ്ടാൽ മതി. അപ്പോൾ കോറയുടെ മാവ് കുഴച്ചതാണിത്. കോറയുടെ മാവ് കുഴച്ചതാണിത്. അരിയുടെ മാവ് കുഴച്ചതാണ് അടുത്തത്. ഇനി ഇത് ബാക്കി വന്നത് ഞാൻ 4 മണിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കും. കോറയുടേതും ഇതും രണ്ടും കൂടെ ചേർത്ത് ഒരു മിക്സ്ഡ് കൊഴുക്കട്ട ഉണ്ടാക്കും. ഇതേതായാലും നമ്മളെ രക്ഷപ്പെടുത്തി. ഇത്തവണ പിഴിഞ്ഞിട്ട് നന്നായിട്ട് കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ 2 പലഹാരങ്ങൾ, ഒരു പലഹാരത്തിൻ്റെ തന്നെ 2 ഒരു വെറൈറ്റിയാണ് ഞാൻ കാണിച്ചത്. അതായത് അരിമാവ്, നൈസ് പൊടി തിളച്ച വെള്ളം ഉപ്പിട്ടത് ഈ നൈസ് പൊടിയിലേക്ക് പാകത്തിനൊഴിച്ച് അതവിടെ കുഴച്ച് വെച്ചു. പിന്നീട് നമ്മൾ കോറപ്പൊടി എടുത്തിട്ട് ഇതേ പ്രക്രിയ അതേ സമയത്ത് അതിൻ്റെ ബാക്കിയുള്ള തിളച്ച വെള്ളം, ഉപ്പിട്ട തിളച്ച വെള്ളമില്ലേ, അത് ഈ കോറപ്പൊടിയിലൊട്ടൊഴിച്ച് പാകത്തിന് കുഴച്ചു. ആ കുഴയ്ക്കുന്നതിലാണ് കുട്ടികളെ അതിൻ്റെ മികവ് കാണുന്നത്. അപ്പോൾ ഈ 2 പിഴിഞ്ഞപ്പോൾ ഭഗവാൻ രക്ഷിച്ചു. 2 ലാസ്റ്റിലാണ് കോറപ്പൊടി പിഴിഞ്ഞത്. കാരണം ആദ്യം അരിമാവ് പിഴിഞ്ഞു. കാരണം
ഒത്തിരി കാരണമായി അല്ലേ. അപ്പോൾ കാരണം മാറ്റി ബിക്കോസ് എന്നാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എനിക്ക് കോറയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കോറയുടെ ഉണ്ടാക്കാൻ വെച്ചു. അടുപ്പത്ത് കിടന്ന് വേകുന്നു. മാഷൊക്കെ അരിയുടെ. അപ്പോൾ ആദ്യം അരിയുടെ മാവ് പിഴിഞ്ഞെടുത്തു. കാരണം അല്ലെങ്കിൽ പിന്നെ കോറയുടെ പിഴിഞ്ഞേച്ചായാൽ ആ കോറയുടെ ഒരു കളറും കൂടെ വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു. ഇനിയും രണ്ടും കുറേശ്ശെ മാവിരിപ്പുണ്ട്. ഇത് നമുക്ക് ഒന്നുകിൽ രണ്ടും സെപ്പറേറ്റായിട്ട് ഇത്തിരി നാളികേരവും ജീരകവും കൂടെ അരച്ച് അതിൽ ചേർത്ത് ഉരുട്ടി ആവിയിൽ വെച്ചാൽ നല്ല കൊഴുക്കട്ട കിട്ടും. സെപ്പറേറ്റ് വേണമെങ്കിലും ചെയ്യാം, ഇതൊന്നിച്ചു മിക്സ് ചെയ്തും ചെയ്യാം. ഭക്ഷണം ഉണ്ടാക്കുന്നൊരു കലയാണ് സത്യത്തിൽ. അത് എല്ലാ ലേഡീസും ആർട്ടിസ്റ്റാണ് സത്യത്തിൽ അല്ലേ. അവരുടെ തന്മയത്വം അനുസരിച്ച്, മനോഭാവം അനുസരിച്ച് ഓരോരോ തരത്തിലുള്ള വെറൈറ്റിയായ ഫുഡുണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർക്കും ആങ്ങളെയോ ഭർത്താവോ അച്ഛനോ ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ മക്കൾക്കും ബന്ധുക്കളുടെ അവർക്കുമൊക്കെ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇന്ന് കോറ കൊണ്ടുള്ള നൂൽപുട്ടും അരിപ്പൊടി കൊണ്ടുള്ള നൂൽപുട്ടുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാം പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എല്ലാം നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചതല്ലേ, അപ്പോൾ ഒരു 1/4 ഭാഗം വേവ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഇത് നല്ല സൂപ്പർ നൂൽപുട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പിന്നെ ഈ ഇല നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. വഴണയപ്പം ഉണ്ടാക്കുക മാത്രമല്ല, ഇന്ന് ഞാനിതിൻ്റെ കൂടെ മുട്ടക്കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു വാസനയ്ക്ക് വേണ്ടി നമുക്കിത് 2 ഇല ഇടാം. ഇത് ഞാൻ നമ്മുടെ പുറകുവശത്തുണ്ട്, അതുകൊണ്ടൊന്ന് ഉണക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു 1 2 മുട്ടക്കറിയും കൂടി വയ്ക്കാം. ഈ മുട്ട പുഴുങ്ങിയിട്ടില്ലത് കേട്ടോ. മുട്ട പുഴുങ്ങുക, ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെല്ലുള്ളി എല്ലാം കൂടെ ഇത്തിരി മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ഗ്രാമ്പൂ പട്ട ഈ എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു അരമുറി തക്കാളി, 1 മുറി തക്കാളി മതി, ഒരുപാട് വേണ്ട, പുളിപ്പ് വേണ്ട. ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് ഇത്തിരി ചിക്കൻ മസാലപ്പൊടിയോ എഗ് മസാലപ്പൊടിയോ അല്ലെങ്കിൽ ഇതെല്ലാം ഗ്രാമ്പൂ പട്ടയെല്ലാം ഇട്ടിട്ടില്ലേ, അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഒരല്പം മുളക് പൊടി ഇട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ച് ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ മുട്ട ഒന്നുകിൽ 4ആയിട്ട് കീറി ഇടുക, അല്ലെങ്കിൽ 2-3 വര വരഞ്ഞിട്ട് ഈ 2 മുട്ടയും കൂടെ തോല് കളഞ്ഞ്, പുഴുങ്ങിയ മുട്ട തോല് കളഞ്ഞ് അതിലേക്കിട്ട് പെട്ടെന്ന് തന്നെ ഇത് കറിവേപ്പില ഊരിയിടുക, മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇടുക. സൂപ്പർ മുട്ടക്കറി. അപ്പോൾ ഇന്ന് ഇടിയപ്പം അല്ലെ നൂൽപുട്ടിൻ്റെ കൂടെ നമുക്ക് മുട്ടക്കറിയുമാണ് ഇന്ന്. അതൊക്കെ ഞാൻ വയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി കാണിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. കുട്ടികൾക്കറിയാം. ഒരു തവണ എഡിറ്റ് ചെയ്ത് നോക്കി, പഠിച്ച് നോക്കി. പക്ഷേ 1-2 പ്രാവശ്യം സക്സസ്സായി. അത് കഴിഞ്ഞപ്പം ഒടുക്കം നടുക്കും, അങ്ങനെ നടുക്കും വേണ്ടത് ആദ്യമൊക്കെ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ എന്നോട് ഇതിൽ തന്നെ ചില കൂട്ടുകാർ പറഞ്ഞു, ടീച്ചർ എഡിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ത്രൂ ആയിട്ട് ചെയ്യുന്നത് കാണാനൊരു ഭംഗി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എനിക്ക് ഉർവശി ശാപം ഉപകാരം പോലെ, എനിക്കറിയാത്ത കാര്യമല്ലേ, അപ്പം ഞാൻ വിജയിച്ചു. ചിലരൊക്കെ അത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയൂ യോഗാസമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഇതൊന്ന് നോക്കാം. സൂപ്പർ നൂൽപുട്ടായി കഴിഞ്ഞു. ഇല വെച്ച് സൂപ്പർ നൂൽപുട്ട് കേട്ടോ, നല്ലതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലേശം പഞ്ചസാര കൂടി ഇടട്ടെ. ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടാൽ മതി. അപ്പം ആ പഞ്ചസാര ഒന്ന് അരിയുകയും ചെയ്യും. മാഷൊക്കെ മധുരം ഇഷ്ടമാണ്.
അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി പഞ്ചസാര കൂടെ നമുക്ക് വേണമെങ്കിൽ ഇടാം. അത് ചോദിച്ചിട്ട് ചെയ്യാം അല്ലേ. പക്ഷേ പഞ്ചസാര ഇട്ടാലേ ഒരു പക്ഷേ അതിൻ്റെ രുചി, മുട്ടക്കൂട്ടാൻ എടുക്കുമ്പോൾ അതിൻ്റെ രുചി പോയേക്കും അല്ലേ. അപ്പോൾ പിന്നെ പഞ്ചസാര വേണ്ട. ഇത് വെന്ത് കഴിഞ്ഞു. ഇത് മൂടി വയ്ക്കട്ടെ. ഒരളവി കൂടെ വേണേ വന്നോട്ടെ, ഇല്ലെങ്കിൽ തിരി താത്ത് വയ്ക്കാം. കാരണം മാഷ് പുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കല്ലേ ചൂടോട് കിട്ടില്ല. ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമല്ലേ എല്ലാം. അപ്പോൾ ഇന്നത്തെ പ്രഭാത ഭക്ഷണവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുസ്സും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. യോഗ സമസ്ത സുഖിനോ ഭവന്തു ഒരിക്കൽ കൂടി പറയുന്നു. അതെത്ര പറഞ്ഞാലും കുഴപ്പമില്ലാത്തൊരു മന്ത്രമാണല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഈ നൂൽപുട്ടുണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കുട്ടികളെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നൂൽപുട്ടുണ്ടാക്കാൻ ഒരു പേടിയാണ്. കാരണം ചിലപ്പോൾ കുഴച്ചത് ശരിയായില്ലെങ്കിൽ ഒരു പക്ഷേ പിഴിഞ്ഞാൽ കിട്ടില്ല. എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്നത് സൂപ്പറായിട്ട് കിട്ടി. ഞാൻ പറയാമല്ലോ, വീട്ടിലെ ഡയബറ്റിക്കുള്ള പ്രായമായവരോ ചെറുപ്പക്കാരോ ആരോ ആയിക്കോട്ടെ, ഇപ്പം പ്രായമായവരൊന്നുമില്ല, എല്ലാവർക്കും വരുന്നുണ്ട് ഡയബറ്റിക്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക്, ഡയബറ്റിക് ഉള്ളവർക്ക് നിങ്ങളൊരല്പം ശ്രദ്ധ കാണിക്കാം. ഒരു ലേശം ഈ കോറപ്പൊടി എടുത്താൽ ഇതുപോലെ നമുക്ക് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ലേശം കോറപ്പൊടി എടുത്തിട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടോ ഇതേപോലെ ആ തിളച്ച വെള്ളം, ഈ അരിപ്പൊടിയിൽ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് ഇതിനും ചെയ്യുക. ഒരു 4 എണ്ണം അവർക്കും ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്നല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെ പരസ്പരം സഹായിക്കുക, പരസ്നേഹം പുലർത്തുക. നിരക്ഷരലിഖിതം ഇത് ഈശാസനം. ഇത് എവിടെ എഴുതി വച്ചിരിക്കുന്നതല്ല, ഇത് ഭഗവാന്റെ, ദൈവത്തിൻ്റെ, പ്രപഞ്ചകർത്താവിൻ്റെ ശാസനമാണ്, നമ്മളോടുള്ള ഉത്ബോധനമാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് ബായ്. ഇതിനി ഓഫാക്കട്ടെ. ഓഫാക്കി. യെസ്.